ശബരിമല ദർശനത്തിൽ 18-ാം പടി കയറുന്നതിന്റെ പ്രാധാന്യം ഏറെയാണ്. ശബരിമല അയ്യപ്പനോളം പ്രാധാന്യം തന്നെയാണ് 18-ാം പടിക്കും ഓരോ അയ്യപ്പ ഭക്തനും നൽകുന്നത്. ഇരുമുടി കെട്ടില്ലാത്ത ഒരു ഭക്തനും 18-ാം പടി കയറാനും ആവില്ല. 18 മലകളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ആദ്യത്തെ 8 പടികൾ അഷ്ടരാഗങ്ങളാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന പിന്നീടുള്ള 5 പടിയും ത്രിഗുണങ്ങളാകുന്ന 3 പടിയും കടന്ന് അവിദ്യയിൽ നിന്നും വിദ്യയിലേക്ക് എത്തുന്ന 2 പടി കൂടി പ്രാപിച്ചാൽ 18 പടി വണങ്ങൾ പൂർണ്ണമാകുന്നു. ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് 18 മലകളാൽ ചുറ്റപ്പെടുന്ന അയ്യപ്പന്റെ പൂങ്കാവനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഈ 18 മലകളിലുള്ള മലദൈവങ്ങളെ ഈ 18 പടിയിൽ കുടിവെച്ചിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. അവർക്കുള്ള പ്രത്യേക പൂജയാണ് പടിപൂജ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ 18 മലകളിൽ പോകാൻ സാധിക്കാതെ വരുന്നത്. എല്ലാവർക്കും എത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഓരോ പടിയിൽ തൊട്ട് വന്നിച്ച് അവർ കയറി വരുന്നതിൻ്റെ ഉദ്ദേശം ഈ മലദേവതകളുടെ ഉള്ള ആരാധനാക്രമം തന്നെയാണ്. 18 പടിയും പ്രാപിച്ചു കഴിഞ്ഞ ഇരുമുടിക്കെട്ടേന്തിയ ഭക്തൻ ഈശ്വരനാകുന്നുവെന്ന തത്വമസിയിലേക്ക് എത്തിച്ചേരുന്നു. സത്യമായ പൊന്നു 18-ാം പടി കടക്കുന്ന ഭക്തൻ ഈശ്വരൻ തന്നെയാകുന്നു എന്നാണ് വിശ്വാസവും. ആ വിശ്വാസവും പേറിയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ ഇരുമുടിക്കെട്ടുമേന്തി പൊന്നു 18-ാം പടി കയറി തത്വമസിയിലേക്ക് എത്തിച്ചേരുന്നത്. സ്വർണത്താൽ നിർമ്മിതമായ ഓരോ പടിയെയും വണങ്ങി ഇരുമുടിയുമേന്തിയാണ് ഓരോ ഭക്തനും തത്വമസിയിലേക്ക് എത്തേണ്ടതും. മാലയിട്ട് ഇരുമുടിയില്ലാതെ എത്തുന്ന ആർക്കും 18-ാം പടി ചവിട്ടാൻ സാധിക്കുകയുമില്ല. ശബരിമലയെ ചുറ്റി നിൽക്കുന്ന 18 മലകളുടെയും പ്രതീകമായി സ്വർണത്താൽ തീർത്ത 18 പടികളിലും ഓരോ അയ്യപ്പ ഭക്തനും തന്റെ മനസ്സും ശരീരവും അർപ്പിച്ചു തന്നെയാണ് ശരണസന്നിധിയിലേക്ക് എത്തുന്നത്. സന്നിധാനത്തെ 18 പടികൾക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.